ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഈ ചൂട് കാലത്താണോ സുഖമെന്ന് ചോദിക്കും. ശരിയാണ്, നല്ല ചൂടാണ്. കാലാവസ്ഥ ഒരു രക്ഷയില്ലാത്ത ചൂടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം ഇത്രയും ചൂട് അനുഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുമായിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഫാൻ ഇട്ടാൽ പോലും ചൂട് കുറയുന്നില്ല, അതുപോലത്തെ ചൂടാണ്. അപ്പം നമുക്ക് ഈ ചൂട് കാലത്തേക്ക് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വല്ലപ്പോഴും സാധാരണ എല്ലാം ഇഷ്ടംപോലെ വെള്ളം കുടിക്കും. സാധാരണ ഇപ്പോൾ എല്ലാവരും ഒത്തിരി വെള്ളം കുടിക്കുന്ന സമയത്ത് വിശപ്പൊന്നും ആർക്കും കാണത്തില്ല. എല്ലാവരും വെള്ളം കുടിച്ച് പരുവത്തിലായിരിക്കും. അപ്പം നമുക്ക് ആ ശരീരം തണുപ്പിക്കാൻ നല്ല തണുത്ത ഒരു ജ്യൂസ് ആയാലോ. അത് ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടാണ്. നിങ്ങളെ കണ്ടിട്ടുണ്ട്, വല്ലതും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും കാണാത്തവർക്ക് വേണ്ടി എന്നോട് കാണിച്ചില്ല സാധനം എന്താണെന്ന്. അതിന് മുമ്പ് ഞാൻ ചോദ്യം പറഞ്ഞിട്ട് ഞാനത് ആ സാധനത്തെ ഒന്ന് മുറിച്ചു. അതെന്താണെന്ന് അറിയാൻ വയ്യ, സാധനം ഒന്ന് മുറിച്ചു. അപ്പോൾ അതെന്താ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് അതിൻ്റെ വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ആ സാധനം. ഇത് ഞാൻ മുറിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന സാധനമാണ്. ഇതിങ്ങനെ ഈ ഷേപ്പിൽ ഇരുന്നതാണ് ഇങ്ങനെ അത് ഇരുന്നത്. അപ്പോൾ ഇത് ഞാൻ മുറിക്കാൻ കാരണം ഞങ്ങളിത് പ്രാവശ്യം വിഷുവിനെ കണി വെക്കാൻ വാങ്ങിക്കാൻ മഞ്ഞ കളറിലുണ്ട്. കണ്ടപ്പോൾ നമുക്ക് തണ്ണിമത്തൻ പോലെ തോന്നിച്ചു. നല്ല കട്ടിയായിരുന്നു പുറമേ. അപ്പോൾ തണ്ണിമത്തനാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിത് വാങ്ങിച്ചത്. മഞ്ഞ കളറുണ്ടല്ലോ, വെള്ളരിക്കാന് നല്ല മഞ്ഞ കട്ടിയില്ല. അപ്പം എന്നാൽ ഈ മഞ്ഞ കളർ ഇതായിരിക്കട്ടെ എന്ന് വെച്ചാണ് ഇത് വാങ്ങിച്ചത്. പക്ഷേ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ മുറിക്കാൻ എനിക്ക് സമയം കിട്ടില്ല. അപ്പം ചേച്ചിക്ക് ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. ചേച്ചി ഇത് മുറിച്ച് നോക്കിയിട്ട് പറഞ്ഞു അത് വെള്ളരിക്കയാണെന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ വേണ്ടേ വെള്ളരിക്ക പോലെ ഇരിക്കുന്നു. അതിൻ്റെ അരിക്കും വെള്ളരിക്കയുടെ അരിയേക്കാൾ ഇച്ചിരി വ്യത്യാസമുണ്ട്. അതുപോലത്തെ വെള്ളരിക്കയുടെ ഒട്ടിരിക്കുന്ന സാധനമാണ്. ഞാനിപ്പോൾ അത് വെള്ളരിക്കയാണെങ്കിൽ എങ്ങനെ ഇരിക്കുന്ന അറിയാൻ വേണ്ടി ഇത്ര ഇങ്ങനെ വെച്ച വെള്ളരിക്ക നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതിന് ടേസ്റ്റ് അറിയാൻ വേണ്ടി ഇച്ചിരി ഒന്ന് വായിലിട്ടപ്പോൾ ചെറിയ മധുരമുണ്ട്. അപ്പം നമുക്കിനി ഇതിനെ ഒരു ജ്യൂസ് അടിക്കാം. ഇതിൻ്റെ പേര് പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് പോയപ്പോൾ ഇതിൻ്റെ പേര് സൺമെലൻ എന്നാണ് കണ്ടത്. ഞാൻ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്തുകൊണ്ട് വന്നപ്പോഴേ സൺമെലൻ എന്ന് കണ്ടു. അത് ജ്യൂസ് അടിക്കാൻ നല്ലതാണെന്ന് കണ്ടു. അപ്പം ഞാനും അന്ന് ജ്യൂസ് അടിക്കാൻ വെച്ചതിനെ. അപ്പോൾ ഇതിൻ്റെ തോടിന് വലിയ കട്ടിയൊന്നും വെള്ളരിക്കയുടെ വീട്ടിലെ തോടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ആദ്യം ഇതിൻ്റെ അരി ഒന്ന് കളഞ്ഞെടുത്തോണ്ട് വരാം. എൻ്റെ അരി തന്നെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ എടുത്താണ്, സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ കിട്ടുന്ന സാധനമാണ്. നമുക്കിത് ഫ്രിഡ്ജ് വെക്കാത്തതുണ്ട്. ഞാൻ ഈ അരി ഒന്ന് കിളിപ്പിക്കാനൊക്കെ നോക്കാം. ചെറിയ മധുരമൊക്കെ ഉള്ള സാധനം ജ്യൂസ് അടിക്കാൻ നല്ലതെന്ന്. ഇത് വൈറ്റമിൻ എയും സിയും ഒക്കെ ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്, ഹെൽത്തി ഡ്രിങ്കാണ്. ജ്യൂസ് അടിച്ചാൽ നല്ല ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അരി വേണ്ടേ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. നമുക്ക് പീൽ ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതൊക്കെ തൊലി കളഞ്ഞെടുക്കുക. ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാം. തൊലി മൊത്തം ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്ക് തൊലിക്ക് നമ്മുടെ സാധാരണ വെള്ളരിക്കേക്കാൾ ഇച്ചിരി കൂടെ കട്ടിയുണ്ട് ഇതിന് തൊലിക്ക്. അതുപോലെ തീരെ നൈസായിട്ടുള്ള തൊലിയല്ല. അപ്പം ഇത് തണ്ണിമത്തൻ്റെ വർഗ്ഗത്തിലൊക്കെ വരുന്നതായിരിക്കും. മെലെന്ന് വരുമ്പോൾ വെള്ളരിക്കയും തണ്ണിമത്തനൊക്കെ വരുന്ന ആ പരുവത്തിൽ വല്ല വരുന്നതായിരിക്കും. എന്താ സാധനം നോക്കാൻ മലയാളം പേരൊന്നും അറിയത്തില്ല. സൺമെലൻ ഗൂഗിളിൽ കിട്ടിയതാണ്. ഇപ്പം നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ ഒത്തിരി കിട്ടുന്നുണ്ട് ഈ സാധനം. വിഷു ആയപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചും ജ്യൂസ് അടിച്ച് നോക്കണം. അപ്പം ഞാൻ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളരിക്കായും അല്ല, തണ്ണിമത്തന് പുറമേ ഉള്ള തൊലിക്ക് ഇച്ചിരിയുടെ കട്ടിയുണ്ട്. തണ്ണിമത്തന് അത്രയും കട്ടിയില്ല, പക്ഷേ വെള്ളരിക്ക കട്ടിയുണ്ട്. അകത്ത് കണ്ടാലും തണ്ണിമത്തനെ ഒട്ടുള്ള ദശയുണ്ട്. നിറം വെള്ളരിക്കയുടെയാണ്. ഇനി എന്തോ സംഭവം എന്നുള്ളവർ മലയാളം പേരൊന്നും അറിയത്തില്ല. ഇനി നമുക്കിതിനെ നല്ല ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കണം. ഇച്ചിരി കട്ടിയാണ്, മുറിക്കുമ്പോഴൊക്കെ നല്ല ഇച്ചിരി കട്ടിയുണ്ട് ഈ സാധനം. നമുക്കിങ്ങനെ മുറിച്ച് അതിനെ ചെറിയ കഷ്ണമായിട്ട് ഇതിങ്ങനെ അരിഞ്ഞെടുക്കണം. അല്ലാതെ മിക്സിക്കകത്തിട്ട് അടിക്കാനൊക്കെ തോന്നുന്നില്ല ഈ സാധനം. ഞാൻ അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഞാൻ തന്നെ ഒരു പകുതി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിനകത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. അങ്ങോട്ടിട്ട് നല്ല ആദ്യം ഇതിനെ തന്നെ ഒന്ന് അടിക്കല്ലേ, ചിലപ്പം നല്ല കട്ടിയാണ് കഷ്ണത്തിന്. ഇതിനെ മാത്രമായിട്ടൊന്ന് അടിക്കാം. അടിച്ചതിന് ശേഷം പാലൂടെ ചേർത്ത് ബാക്കി അടിക്കാം. അതുകൊണ്ട് അത് മാത്രം ഇട്ടാൽ സൺമെലൻ മാത്രം ഇട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പാലൂടെ ചേർക്കാം. ഇത് പാല് കാച്ചി തണുപ്പിച്ച് വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ പാല് വാങ്ങിച്ചാൽ കവറോടെ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്ത് കട്ടിയായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം ചേർക്കാം. അപ്പം ഞാനിവിടെ ഇതുപോലെ കട്ടിയായിട്ടുള്ള പാലാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക്. ഞാൻ എൻ്റെ കവർ പാലാണ്, മുരളിയുടെ പാലാണ് ചേർക്കുന്നത്. നല്ല കട്ടിയായി പാലിന് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമായി പാല് എടുക്കാനാണ്. മിൽമയേക്കാളും നല്ല കൊഴുത്ത പാലാണ് മുരളിയുടെ പാല്. ഞാൻ എൻ്റെ കൊച്ചു കഷ്ണമായിട്ട് പൊട്ടിച്ച് അതിനകത്തിടുകയാണ്. അത് പാല് ചേർക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഐസ് ക്യൂബ് കൂടെ ചേർക്കാം. ഇത് ഞാൻ പാല് കട്ടയായിട്ട് ചേർക്കുന്നതുകൊണ്ട് ഐസ് ക്യൂബ് ചേർക്കുന്നില്ല. പിന്നെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനൊക്കെ സാധനം എന്ന് പറയുന്നത് കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചതാണ്. അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്ക പൊടിച്ചില്ലെങ്കിൽ ഏലക്കായിട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇച്ചിരി പൊടിയാണ് ചേർക്കുന്ന ഒരു ടേസ്റ്റിന്. പിന്നെ ഞാൻ ചേർക്കുന്നത് ശർക്കരയുടെ പൊടി. നമുക്ക് ശർക്കരയോ പഞ്ചസാരയോ
അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ഏത് വേണമെങ്കിലും ചേർക്കാം മധുരത്തിനായിട്ട്. ഞാനിവിടെ ശർക്കര ചേർത്തും പഞ്ചസാര ചേർത്തും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അത് ഏതാ ടേസ്റ്റ് നമുക്കറിയാമല്ലോ. ശർക്കരയ്ക്ക് ആകുമ്പോൾ ഒരു ടേസ്റ്റ്, പഞ്ചസാരയ്ക്ക് വേറെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇതിന് ഇച്ചിരി മധുരം ഉള്ളതുകൊണ്ട് ഒരുപാട് മധുരം നമുക്ക് ചേർക്കണ്ട. ഒരു 3 വലിയ സ്പൂൺ ശർക്കരയുടെ പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം. അത് ശർക്കര ചേർത്തുള്ള അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ബാക്കി പകുതി ഇരുന്നതിനെ ഇത്രയും വരെ ആക്കി വെച്ചിട്ടുണ്ട്. മുറിച്ചിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പാലും ചേർത്ത് പഞ്ചസാരകൾ ചേർത്തേക്കാം. ഞാൻ ആദ്യം അതിനകത്തിലേക്ക് ഒരു 4-5 സ്പൂൺ പഞ്ചസാര ചേർത്തേക്കാം. ശർക്കരയല്ലേ നമ്മൾ ഇപ്പോൾ ചേർത്തത്. ഇതിലേതാ ടേസ്റ്റ് നോക്കാം. അതിൽ മിൽക്ക് മെയ്ഡ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല. മിൽക്ക് മെയ്ഡ് ഉള്ളവർക്ക് അതിട്ടുണ്ടാക്കാം. ഞാൻ 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തു. ശർക്കര ചേർത്തത്ര അളവിൽ തന്നെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഐസ് ക്യൂബായിട്ട് വെച്ചുന്ന പാലാണ്. അത് അലിഞ്ഞ പാൽ എന്തെങ്കിലും കാച്ചിയതോ കാച്ചാതോ എങ്ങനെയും തണുപ്പിച്ചാലും ചേർക്കാം. അങ്ങനെ ചേർക്കുമ്പോൾ ഇച്ചിരി ഐസ് ക്യൂബ് കൂടെ ചേർക്കണം. അപ്പോൾ ഇത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതിനകത്തും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണേ. എല്ലാത്തിലും ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക മണവും കൂടെ വരും അതിന്. ഏലക്കാപ്പൊടിയോ ഏലക്കായോ എന്തെങ്കിലും. ഇനി ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വരട്ടെ. അതിൻ്റെ ഇത് ശർക്കര ചേർത്തതും ഇത് പഞ്ചസാര ചേർത്തതും രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ച് എല്ലാവർക്കും ഒന്ന് കൊടുത്ത് നോക്കാം. ഇതിലേതാണ് നല്ലതെന്ന് അവർ പറയാമെന്ന് നോക്കാം. അവർക്കൊക്കെ പിള്ളേർക്കൊക്കെ ഏതാ ഇഷ്ടപ്പെടുന്നതൊക്കെ നോക്കാം. 3 പേര് ഈ സ്പൂണും വെച്ച് ഈ 2 ഗ്ലാസ്സിനെ ഓരോ സ്പൂൺ കുടിക്കണം ആദ്യം. അല്ല, ഇതേലെ ഓരോ സ്പൂണും ടേസ്റ്റ് പറയണം. ഒരു സ്പൂൺ എടുത്ത് കഴിക്കാം 3 പേരും. ഇനി അവർക്ക് കൊടുക്കാം. എടുക്കുന്നില്ലേ? എന്നിട്ട് അതിൽ ഏത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ അതെടുക്കാം. ഇത് 3 ഒരു ടേസ്റ്റും ഇത് 2 ഒരു ടേസ്റ്റുമാണ്. ഇഷ്ടപ്പെട്ട ടേസ്റ്റ് എടുക്കാം. അത് ചെറിയ കഷ്ണങ്ങൾ കാണും. അടിച്ചെറിഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്ന് കടിക്കാനൊക്കെ കണക്കാക്കി ഏതാ ഇഷ്ടപ്പെട്ടെന്ന് എടുക്കാം. സ്പൂണാണെങ്കിൽ തരാം. സ്പൂണില്ലാതെ കുടിക്കാം. ഇത് രണ്ടിൽ ഇത് വേണോ നോക്കണം. മതി. എല്ലാവർക്കും പഞ്ചസാര ചേർത്താൻ ഇഷ്ടപ്പെട്ടത്, മറ്റേ ശർക്കര ചേർത്തത്. പിള്ളേർക്ക് 3 പേർക്കും പഞ്ചസാര ചേർത്താൻ ഇഷ്ടപ്പെട്ടത്. സൺമെലൺ ജ്യൂസ് ഞാനുണ്ടോ? ഞാനുണ്ട്. സൂപ്പർ. ജ്യൂസ് ജ്യൂസ് ഒന്ന് ഷേക്കെന്ന് എങ്ങനെ വേണമെങ്കിലും പറയാം. രണ്ടായിട്ട് പറയാം. ജ്യൂസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത്? ജ്യൂസ് ഷേക്കൊന്നും ഇച്ചിരിയുടെ കട്ടി വരും. അത്രയും കട്ടിയില്ല, എന്നാൽ ജ്യൂസിൻ്റെ കൂട്ടല്ലതായിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒക്കുന്നതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നോക്കി ശർക്കരയാണോ പഞ്ചസാരയാണോ നല്ലത് നോക്കി എപ്പം മുമ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നാലും പഞ്ചസാര നോക്കിയതല്ലേ, ഇനി ശർക്കര നോക്കിയതാ. ഇപ്പം എന്തോ നല്ലത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് പഞ്ചസാര ഇട്ടതാണ്. കൂടുതൽ ടേസ്റ്റ് പഞ്ചസാര ഇട്ടതാണ്. ഇതിന് ശർക്കരയുടെ ഒന്നും അറിയാനില്ല. ശർക്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ശർക്കര ചേർത്താൽ മറ്റേനേക്കാവുന്നത്. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ശർക്കരയോ പഞ്ചസാര അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്താൽ മിൽക്ക് മെയ്ഡ് നമുക്ക് ഇതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നുകൂടെ കൊഴുപ്പും വരും, ഒന്നുകൂടെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ഞാൻ മധുരം കുറച്ചതാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ശർക്കരയും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഒക്കെ ഇഷ്ടമുള്ള സാധനം എന്താ വെച്ചാൽ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇഷ്ടം, ഏതാണ് നല്ലതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. ഇപ്പം നമുക്ക് ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഇതുപോലെ പല സൈസ് ജ്യൂസുകൾ നമുക്ക് അടിക്കാം. ഞാൻ ഇതുപോലെ സ്പെഷ്യൽ ജ്യൂസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുമായി ഷെയർ ചെയ്യാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ. ബൈ ബൈ പറയുന്നില്ല, പറഞ്ഞു പറയിപ്പിക്കണം.